ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. 2 മാസമായി സെക്രട്ടറി ഇല്ലാത്ത ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ഉടനെ സെക്രട്ടറിയെ നിയമിക്കുക എന്നിങ്ങനെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലേക്ക് BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. അധികാരത്തിൽ കടിച്ചു തൂങ്ങി സുഖിച്ചു വാഴാൻ നോക്കണ്ട LDF നോക്കണ്ട റോഡുകളെല്ലാം തകർത്തു നിങ്ങൾ യാത്ര ചെയ്യാൻ പറ്റാതാക്കി രാജിവെക്കൂ, പുറത്തു പോകൂ. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലേക്ക് BJP വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാർച്ച് നടത്തി. 2 മാസമായി സെക്രട്ടറിയില്ലാത്ത പഞ്ചായത്തിൽ ഉടനെ സെക്രട്ടറിയെ നിയമിക്കുക, പ്രധാനമന്ത്രി ജലജീവൻ കുടിവെള്ള പദ്ധതി ദ്രുതഗതിയിൽ നടപ്പിലാക്കുക, തകർന്നു കിടക്കുന്ന റോഡുകൾ അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കുക, ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന സ്വജനപക്ഷപാതം അവസാനിപ്പിക്കുക, ജനവിരുദ്ധ LDF ഭരണം അവസാനിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. മുള്ളൂർക്കര ടൌൺ ചുറ്റി പ്രകടനമായി എത്തിയ മാർച്ച് പഞ്ചായത്തിന് മുൻപിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് പഞ്ചായത്തിന് മുൻപിൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MK പ്രസാദിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം BJP ചെറുതുരുത്തി മണ്ഡലം പ്രസിഡന്റ് MA രാജു ഉദ്ഘാടനം നിർവഹിച്ചു. അവർക്ക് യാതൊരുവിധ തരത്തിലുള്ള ഉത്തരവാദിത്വവും ജനങ്ങളോട് ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിനെ നിയന്ത്രിക്കേണ്ട ഭരണസമിതി ഇന്ന് അതിന് അനുകൂലമായി വർത്തിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. ജനങ്ങളുടെ വോട്ട് വാങ്ങി ഇവിടെ അധികാരത്തിൽ വന്ന് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിർവഹിപ്പിക്കാൻ വേണ്ട ഉത്തരവാദിത്തമുള്ള ഭരണസമിതി അതിന് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് BJP മുള്ളൂർക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഒരു ജനകീയ പ്രക്ഷോഭം ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഏകദേശം മുള്ളൂർക്കര പഞ്ചായത്തിലെ വിഷയം മാത്രമല്ല, ഇന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളിലെയും വില്ലേജുകളിലെയും അവസ്ഥ ഇത് തന്നെയാണ്. മറ്റു എല്ലാ ഭരണസിരാ കേന്ദ്രങ്ങളിലെയും അവസ്ഥ ഇത് തന്നെയാണ്. ആ ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായ ശമ്പളം കൊടുക്കാൻ ഇവിടെ കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളത് വേറൊരു വസ്തുതയാണ്. പിന്നെ എങ്ങനെയാണ് ഇവിടെ ഓഫീസർമാർ ഉണ്ടാകുന്നത്? ഇന്ന് പല മേഖലകളിലും ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നില്ല. നമുക്കറിയാം, ഏറ്റവും തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള കേരള കലാമണ്ഡലം, അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയിട്ട് മാസങ്ങളായി. പിന്നെ എങ്ങനെയാണ് ഉദ്യോഗസ്ഥന്മാർ വരുന്നത്? ജില്ലാ കമ്മിറ്റി അംഗം മോഹനൻ പാമ്പിങ്കാവിൽ മുഖ്യ പ്രാസംഗികനായി. ഞങ്ങൾ 2-3 വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പഞ്ചായത്തിലേക്ക് ഈ മാർച്ച് നടത്താനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിലൊന്ന്, നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിൽ 2 മാസമായി സെക്രട്ടറി ഇല്ല. എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ? 2 മാസമായി ദൈനംദിനം ആളുകൾ അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ വരുന്ന സമയത്ത് നാഥനില്ല കളരിയായി മുള്ളൂർക്കര പഞ്ചായത്ത് മാറ്റിയെങ്കിൽ അതിന് ഉത്തരവാദി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ്. അവരാണ് അതിന് ഉത്തരം പറയേണ്ടത്. എന്തുകൊണ്ട് 2 മാസമായി ഇവിടെ സെക്രട്ടറി ഇല്ലാതായി? അതിനുള്ള കാരണങ്ങൾ ഇവിടെ അണിയറയിൽ പലതും നടന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. ചെറുതുരുത്തി മണ്ഡലം ജനറൽ സെക്രട്ടറി AV വിജീഷ് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. SC മോർച്ച മണ്ഡലം പ്രസിഡന്റ് KK കൃഷ്ണൻകുട്ടി, മണ്ഡലം സെക്രട്ടറി MV ഷാജു, പഞ്ചായത്ത് സെക്രട്ടറി PB സുമേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മുരളീധരൻ, സന്തോഷ്, ഷിജി നാരായണൻ, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് നിജി രാജീവ്, ദിവ്യ പ്രവീൺ, NH നീലകണ്ഠൻ, ബീന മണികണ്ഠൻ, സുനിത മുരളീധരൻ, മനീഷ്, അജിത കൃഷ്ണൻകുട്ടി, ഭാസ്കരൻ, രഘുദാസ് തുടങ്ങിയ നേതാക്കൾ മാർച്ചിന് നേതൃത്വം നൽകി. കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്.
ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമാണ്. ചേരി തിരിഞ്ഞുള്ള രാഷ്ട്രീയമാണ് ഈ പഞ്ചായത്തിൽ നടക്കുന്നത്. ഇവിടുത്തെ ഒരു സാധാരണക്കാരൻ ഒരു വാർഡ് മെമ്പറെ സമീപിച്ചു, ഒരു വീട് പൊളിച്ചു മേയുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ വാർഡ് മെമ്പർ പറഞ്ഞത്, ചോദിക്കട്ടെ, ഈ സെൻട്രൽ മുള്ളൂർക്കരയിൽ ഒരു ATM പ്രവർത്തിക്കുന്നുണ്ട്, CSB ATM. ആ പ്രവർത്തിക്കുന്ന ബിൽഡിങ്ങിന്റെ പെർമിറ്റ് കൃത്യമായ രീതിയിൽ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ ഒരു 3-ാം നിലയ്ക്ക് ഒരു പെർമിറ്റിന് വേണ്ടി 3-4 മാസക്കാലം നടന്നിട്ടും പറ്റാത്ത സമയത്ത് ആ ബിൽഡിങ്ങിന്റെ ഓണർ ഞാനും കൂടി സെക്രട്ടറിയെ സമീപിച്ചു. സെക്രട്ടറി പറഞ്ഞു, ന്യൂസ് ഡെസ്ക് CCV.